ഇന്ന് രാവിലെ ബിഗ് ബോസ് വീട്ടിൽ സ്റ്റോർ റൂമിൽ വന്നത് ഒരു കവർ പാലും ഒരു കവർ തൈരുമാണ്. അപ്പം പാലാണെന്നും പറഞ്ഞിട്ടാണ് അനിമോള് എടുത്തുകൊണ്ട് വന്നത്. അത് എടുത്തുകൊണ്ട് വന്ന് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷമാണ് അറിയുന്നത് അത് ഒരു പാക്കറ്റ് തൈരാണെന്ന്. അപ്പോൾ ആ തൈരാണ് ആദ്യം പൊട്ടിച്ചത്. അപ്പോൾ അനിമോള് പറഞ്ഞു ഒരു പാക്കറ്റ് തൈരാണ് വന്നാൽ ഒരു പാക്കറ്റേ ഉള്ളൂ പാല്. അന്നേരം അനീഷ് കിച്ചണിലുള്ളത് കൊണ്ട് അനീഷിന് അത് അറിയായിരുന്നു. അനീഷ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇതിനിടയ്ക്ക്. അത് കഴിഞ്ഞിട്ട് അനീഷ് കിച്ചണിൽ ചെന്നിട്ട് അനിമോളോട് ചോദിക്കുന്നത്, അനിമോളെ എനിക്ക് ഇച്ചിരി തൈര് തരുമോ, ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അനിമോള് ചോദിക്കുന്നത് മൊത്തം കുടിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പറയും ഇല്ല എനിക്ക് കുറച്ച് മതി എന്ന് പറയും. അപ്പോൾ അനിമോള് പറയും എടുത്തോളാൻ പറയും. അനീഷ് ഒരു ഗ്ലാസ്സിന് അതോട്ട് തൈര് ഒഴിച്ച് കലക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അത് നമ്മുടെ ലക്ഷ്മി കണ്ടിട്ട് അക്ബറൊക്കെ ഇരിക്കുന്നവർ എടുത്തോട്ട് ലക്ഷ്മി ചെന്നിട്ട് പറയുന്നു, രാവിലെ തൈരൊക്കെ എടുത്ത് കഴിച്ചാൽ വയറ്റിന് അസുഖം വരും, ആരെങ്കിലും ചെന്ന് പറയുന്നൊക്കെ പറഞ്ഞിട്ട് സാബുമോനൊക്കെ നിന്ന് സംസാരിക്കുന്ന അടുത്തോട്ട് വന്ന് ലക്ഷ്മി പറയാണ്. അപ്പം സാബുമോനും നൂറ അവിടെ നിന്ന് എഴുന്നേക്കുന്നത്. നൂറ രാവിലെ തൊട്ട് അനിമോളെടുത്ത് ഉടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നേരെ ചെന്ന് നൂറയും സാബുമോനും ആദിലെ എല്ലാവരും കൂടെയാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ അനീഷ് പറയുന്നത് ഞാനൊരു കുറച്ച് സാധനം എടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നത്. അപ്പം ആദ്യം അനീഷിന് വയറ്റുവേദന വരും, ഛർദി എന്നൊക്കെ പറഞ്ഞിട്ട് വയറുവേദന വരുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ തുടങ്ങിയത്. പിന്നെ അത് ഞങ്ങൾക്കും കൂടെ അവകാശപ്പെട്ടതായി അങ്ങനെയായ ഒരു ശകലം ഒരു 1/4 ഗ്ലാസ് കൂടെ ഇല്ല തൈര്. അങ്ങ് പ്രശ്നം. അനീഷ് പറയുന്നത് ഇത് എന്താണ്, മനുഷ്യനല്ലേ, ഒരു സാധനം ഞാൻ ഇഷ്ടപ്പെട്ടെടുത്തതാണ്, എല്ലാവരും കൂടെയാണ് ചോദിക്കാൻ ചെല്ലുന്നത് അനീഷിൻ്റെ അടുത്ത്. എനിക്ക് ഇച്ചിരി ആഗ്രഹം കൊണ്ട് ഞാൻ എടുത്തതാണ്, അല്ലാതെ ഇത് ഒരുപാടൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ ഈ ലോകത്ത് എന്ന് പറഞ്ഞിട്ട് അനീഷ്. അപ്പം നൂറയൊക്കെ തിരിച്ചു വരുന്നത്. നൂറ അവിടെ നിന്നിട്ട് പറയുന്നത് അത് കുറച്ചേ എടുത്തിട്ടുള്ളൂ, അത് സാരമില്ല എന്ന് പറഞ്ഞിട്ട് നൂറ തിരിച്ചു വരുവാണ്. നൂറ നിവിന സാബുമോൻ എല്ലാവരും. എന്നിട്ട് ലക്ഷ്മി വിടാൻ തയ്യാറല്ല. ചില സമയത്തൊക്കെ ലക്ഷ്മിയുടെ സംസാരം നമുക്ക് ഇഷ്ടപ്പെടും, ചില സമയത്ത് ശരിക്കും നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ് കാണുക. ഒരു മനുഷ്യരോട് ഇങ്ങനെ ഒരു സാധനം, അതും കഴിക്കുന്ന ഒരു സാധനത്തിന് നിസ്സാര കാര്യത്തിനൊക്കെ അങ്ങ് ലക്ഷ്മി അങ്ങ് ജീവിതത്തിൽ ആഹാരം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സംസാര രീതികളാണ്. എന്തോ ഒരു കണ്ടൻറ്റും ഇല്ലാതിരിക്കുന്ന ഒരാൾക്ക് മുന്നിലോട്ട് വന്ന് കിട്ടിയ ഒരെണ്ണം അതിനകത്തങ്ങ് പിടിച്ച് കയറുകയാണെന്നുള്ള രീതിയിലാണ്. ഇന്നലെയൊക്കെ എനിക്ക് ലക്ഷ്മിയുടെ സംസാരം കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അനീഷിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്, ഷാനവാസിനോട് സംസാരിക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇന്നെന്തുവാ അനീഷിൻ്റെ അടുത്തങ്ങ് ചെല്ലുവാണ്. അനീഷാണ് ഒരു 1/4 ഗ്ലാസ്സാണ് എടുത്തത്. സാബുമോൻ ചെന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാൻ അനിമോളോട് ചോദിച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ സാബുമോൻ പറയുന്നത് അനിമോളല്ലല്ലോ കിച്ചൺ ക്യാപ്റ്റൻ, ഷാനവാസ് അല്ലേ, അനിമോളാണ് ഇവിടെ നിന്നത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടാണ് എടുത്തതെന്ന് അനീഷ്. അതും കുറച്ച് അളവിലേ എടുത്തിട്ടുള്ളെന്ന് പറഞ്ഞു. ലക്ഷ്മി പറയുന്നത് അത് തൈരല്ല മനുഷ്യ, പറയുന്ന മനസ്സിലാക്കുക, വയറിളകുമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ തുടക്കം. പിന്നെ കണ്ട അത് ലക്ഷ്മിക്ക് കിട്ടേണ്ട പങ്കാണ്, അതല്ലെങ്കിൽ മറ്റുള്ളവർക്കെല്ലാം കിട്ടേണ്ട പങ്കാണ്. എന്തെന്നാ ഒരു 1/4 ഗ്ലാസ് തൈരിനകത്ത് എന്ത് പങ്ക് പറ്റാനാണ്? ഇത്രയ്ക്കും ക്ഷാമമുണ്ടോ കണ്ടൻറ്റിന് ബിഗ് ബോസിനകത്ത്? ആദ്യം അത് തൈരല്ലെന്ന് പറഞ്ഞു, പിന്നെ പറയുന്നത് എല്ലാവർക്കും ഉള്ള സാധനമാണ്, നമുക്ക് വേണ്ടേ, അത് ഒരാൾ മാത്രം കഴിച്ചാൽ മതിയോന്ന് ലക്ഷ്മിയുടെ ചോദ്യമാണ്. അത് എടുത്ത ആളിനോടല്ല, അത് കൊടുത്ത അനിമോളോടാണ് സംസാരിക്കേണ്ടതെന്ന് നിവിൻ പറയുക. അനിമോള് ചോദിച്ചാൽ ആകെപ്പാടെ അനിമോള് വാ തുറന്നാൽ അത്രേ ഉള്ളൂ. സൗമോൻ ഇപ്പം എന്താ പ്രശ്നം, എന്തെങ്കിലും സംഭവിച്ചോ അയാൾ ഇച്ചിരി തൈരെടുത്തതിന്? അതെ, തൈരാക്കാൻ പറ്റും, നാരങ്ങ പിഴിഞ്ഞാൽ അത് തൈരാക്കുക. അനിമോള് പറഞ്ഞു നീ നിൻ്റെ പണി നോക്ക്, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അത്ര അനിമോള് പറഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മിയുടെ കൺട്രോള് പോയി. ലക്ഷ്മി പറയാം ഒരു പാക്കറ്റ് പാല് കളഞ്ഞ്, ഒരു പാക്കറ്റ് തൈര് കളഞ്ഞ്, ഇന്നലെ പയറ് കളഞ്ഞെന്ന് പറഞ്ഞ് ലക്ഷ്മി അങ്ങ് തുടങ്ങി. ലക്ഷ്മിയുടെ കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ഒരു പാത്രം ഫുള്ള് സാമ്പാർ ഉണ്ടാക്കിയത് ആർക്കും കഴിക്കാൻ പറ്റാതെ അത് വേസ്റ്റ് ചെയ്ത ആളാണ് ലക്ഷ്മി. ലാലേട്ടൻ പോലും ചോദിച്ച് എന്താ അറിയാത്ത പണി ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ച്. അറിഞ്ഞുകൂടാതെങ്കിൽ പറഞ്ഞാൽ പോരുന്നു. ആ ആളാണ് ഒരു പാക്കറ്റ് പാല് കളഞ്ഞ്, ഒരു പാക്കറ്റ് തൈര് കളഞ്ഞെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ തുടങ്ങിയതാണ്. അനിമോളുടെ ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൻ്റെ ഫ്ലോറിലിടുക, പിന്നെ മൈക്ക് മാറ്റി വയ്ക്കുക, അടുത്തത് ഇപ്പോൾ ഇച്ചിരി ഒരു തൈരെടുത്ത് ഒരാൾക്ക് കൊടുത്തതിന്. ഇന്ന് രാവിലെ തൊട്ട് എല്ലാവരും അനിമോളെടുത്ത് ഉടക്കിക്കൊണ്ടായിരിക്കുന്നത്. നിനക്ക് കുറച്ച് കാര്യങ്ങളെ അറിയത്തുള്ളൂ, നിനക്ക് അത് ഹൈജീനായിട്ട് ഉപയോഗിക്കാൻ അറിയത്തില്ല, നിനക്കത് എങ്ങനെ സൂക്ഷിച്ച് വെക്കണമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുക. മുളപ്പിച്ച പയർ ഒരു ദിവസം കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിലോട്ട് വെക്കണം, ഇതൊന്നും നിനക്ക് അറിയത്തില്ല, നിനക്ക് ഭക്ഷണം എല്ലാം നശിപ്പിക്കാനേ അറിയാവുള്ളൂ. അനിമോൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ആ പാല് കാച്ചിക്കൊണ്ട് നിൽക്കുക. അതുപോലെ ആ പാലിനകത്ത് ഒരു ശകലം വെള്ളം ഒഴിച്ചെന്ന് വെച്ചാൽ നമ്മൾ കവർ കഴുകി ഇങ്ങനെ ഒഴിക്കുമല്ലോ, അത്രയും വെള്ളം ഒഴിച്ച് അത് അനിമോൾ ഊറ്റി കളഞ്ഞതിനാണ് സാബുമ്മ വന്ന് ഒഴിക്കുന്നത്. ആ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ സാധനമല്ലേ നഷ്ടപ്പെടുന്നത്, അതിനകത്തുള്ള സത്തല്ലേ പോകുന്നത്. എന്തൊന്നായത്? അനീഷ് വ്യക്തമായിട്ട് പറയുന്നത് അത് 2 കവർ പാലാണെന്ന് കരുതിയാണ് വന്നത്,
അത് വന്നപ്പോൾ പാലാണെന്നാണ് കരുതിയത്. പിന്നെ അത് പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അത് ഇതാണെന്ന് തൈരാണെന്ന് അറിയുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാനൊരു ഇച്ചിരി സാധനം എടുത്ത്, ഇച്ചിരി തൈരെടുത്ത്, അതിനിങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്. അനുമോൾ എത്രയോ നല്ല, ഇന്നലെ അനുമോൾ എല്ലാവർക്കും മട്ടൻ കറി വെച്ച് കൊടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അനുമോൾ ഇവിടെ വന്നതിനൊക്കെയല്ലേ ഇത്രയും, അനുമോൾ ഉള്ളത് കൊണ്ടല്ലേ എല്ലാവരും നല്ല ഭക്ഷണം കഴിക്കുന്നത്. അത്രയെങ്കിലും ചിന്തിച്ചിട്ട് ഒരാടെ കയ്യിൽ നിന്നൊരു തെറ്റി പറ്റിയോ അതിൽ പിടിച്ചങ്ങ് കയറുന്നു. രാവിലെ അനുമോളുടെ മൈക്ക് ആരോ എടുത്ത് ഒളിപ്പിച്ച് വെച്ച്. എന്താണ് അതാരും കണ്ടുപിടിക്കാതെ? ഒളിപ്പിച്ച് വെച്ചവർ എന്തുകൊണ്ട് പറയുന്നില്ല? ഇത്രയും ബുദ്ധിയുള്ളവർ ആ പാലിവിടെ വന്നപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല അത് തൈരാണെന്ന്? അപ്പോൾ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? ഇപ്പോൾ ഒരാടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിയപ്പോഴാണ് പറയാൻ പറ്റിയത്. ലക്ഷ്മി ഇരുന്നുകൊണ്ട് പറയാം, എല്ലാവർക്കും ഉള്ള സാധനമായിരുന്നു, എല്ലാവർക്കും ഉള്ള സാധനങ്ങൾ നശിപ്പിച്ച് കളഞ്ഞതും പോരാ, അതിനകത്ത് വെള്ളം ഒഴിക്കുക, അത് നശിപ്പിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞില്ലേ? അനീഷ് ചോദിക്കുന്നത് 2 പാക്കറ്റിൽ 1 പാക്കറ്റ് തൈരാണെന്നുള്ളത് ലക്ഷ്മിക്ക് അറിയാവോ? എനിക്കറിയത്തില്ല, എനിക്കെങ്ങനെ അറിയാനാ? അപ്പോൾ അത് തന്നെയാണ് അനുമോൾക്കും സംഭവിച്ചതെന്ന് അനീഷ്. ഇത്രയും നാൾ നല്ല ഫുഡെല്ലാം ഉണ്ടാക്കി തന്നിട്ട് ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ അതിൽ ഹൈലൈറ്റ് ആക്കിക്കൊണ്ട് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അനീഷ്. അവിടെ 1 പാക്കറ്റ് ചെറുപയറുണ്ടായിരുന്നു, അതൊരു പാക്കറ്റ് നശിപ്പിച്ച്. ഇതൊരു 10 പ്രാവശ്യം ലക്ഷ്മി പറഞ്ഞു കഴിഞ്ഞ്. ചില കാര്യങ്ങൾ അവൾ ചെയ്യുന്നെന്ന് കരുതി ചില തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന് ലക്ഷ്മി പറയുന്നു. ഒരു തെറ്റും സംഭവിക്കാത്ത ആളാണ്. ഇന്ന് അനുമോൾ രാത്രിയിൽ ഇരുന്ന് കഴുകിയ തുണി മൊത്തം ബാത്റൂമിൻ്റെ ഫ്ലോറിൽ ഇട്ട ആളാണ് ഇപ്പോൾ ഈ കുറ്റം പറയുന്നത്. അനുമോൾ ഇന്ന് ഡ്രസ്സിംഗ് റൂമിൽ കയറിയതേ ഇല്ല. അനുമോളുടെ മൈക്ക് എങ്ങനെ ഡ്രസ്സിംഗ് റൂമിൽ പോയി? അപ്പോൾ അത് ആരോ കൊണ്ടുവച്ചല്ലേ? അപ്പോൾ അത് മൈക്ക് എന്താ നടന്ന് പോകുന്ന അനീഷ് ചോദിക്കുന്നത്. അപ്പോൾ അക്ബർ പറയുന്നത് അത് അനുമോളുടെ തെറ്റല്ല, അത് സത്യമാണ്, അത് വേറെ ആരോ കൊണ്ടുവച്ചതാണ്, അത് അനുമോളുടെ തെറ്റല്ലെന്ന് അക്ബർ പറയുന്നു. എപ്പോഴും അനുമോളുടെ മിസ്റ്റേക്കുകൾ മാത്രമായിട്ട് കരുതരുത്. രാവിലെ ഒരു മൈക്ക് എടുത്ത് കൊണ്ടുവച്ചവർ ആരാന്ന് കണ്ടുപിടിക്കുന്ന ആരുമില്ല, വെച്ചവരാരും അത് ഏൽക്കുന്നതുമില്ല. ഒന്നുകിൽ അനുമോൾ കള്ളം പറയണം, അല്ലെങ്കിൽ വെച്ച ആൾ കള്ളത്തരം കാണിക്കുന്നു, അയാൾ ഏൽക്കാതിരിക്കുന്നു. അപ്പം അനുമോൾ പോയിട്ടില്ല എന്ന് അനുമോൾ പറയുന്നത്. അപ്പോൾ വെച്ച ആളുകൊണ്ട് എന്തുകൊണ്ട് ഏൽക്കുന്നില്ല എന്ന് പറയുമ്പം അക്ബർ പറയുന്നത്, ചേട്ടാ അത് വെച്ച ആൾ മിണ്ടാതിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് വിടണം, അല്ലാതെ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് എന്തോ കാര്യം? ചേട്ടനിപ്പോൾ ഇതിനെ വിഷയം മാറ്റുന്നു. ഇപ്പം നമ്മൾ ആ വിഷയമല്ലല്ലോ സംസാരിച്ചതെന്ന് അക്ബർ അനീഷിനോട് ചോദിക്കുക. ഉടനെ ലക്ഷ്മിയുടെ വക, ചേട്ടാ ഇത് എല്ലാവർക്കും കൂടെ ഉള്ളതാണ് അനീഷ ഇത് എല്ലാവർക്കും കൂടെ ഉള്ളതാണ്, അത് നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ചോദിക്കും. ഭക്ഷണ സാധനങ്ങൾ നശിപ്പിച്ചാൽ ഞാൻ പറയും. ലക്ഷ്മി വീണ്ടും സംസാരിക്കുകയാണ്. ഈ ഭക്ഷണ സാധനങ്ങൾ നശിപ്പിച്ചാൽ ഞാൻ പറയും, അത് ആരും കുറ്റമായിട്ട് പറയേണ്ട കാര്യമില്ല, ഞാനത് പറയും, എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല, നമുക്കൂടി കിട്ടേണ്ട ഭക്ഷണമാണ്. അനുമോൾ ഇതൊന്നും കേട്ട ലക്ഷണമേ നടിക്കുന്നില്ല. അനുമോളുടെ ജോലികളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ലക്ഷ്മി രാവിലെ ചെയ്ത തെറ്റ് മറയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ലക്ഷ്മി ഈ ഒരു ചെറിയൊരു നിസ്സാര കാര്യത്തിന്, അത് അനീഷിൻ്റെ വയറിളകമെന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു സംഭവം അവസാനം ഭക്ഷണം എല്ലാവർക്കും കൂടെ ഉള്ളതാണെന്നുള്ളത് വരെ ഒരു നിസ്സാര കാര്യത്തിന് രാവിലെ തന്നെ വഴക്കായിരുന്നു. അപ്പം അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.